നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ലൈവ് അപ്ഡേറ്റ് എന്ന് പറയാനില്ല. ആക്ച്വലി ഇന്ന് രാവിലെ ഞാൻ ലൈവ് വെച്ച് നോക്കിയ സമയത്ത് എണീറ്റതിന് ശേഷം ലൈവ് വെച്ച് നോക്കിയപ്പോൾ കാര്യപ്പെട്ടുള്ള കോണ്ടന്റ് ഒന്നുമില്ല. ഷാനവാസും അഭിലാഷും ഒക്കെ ഇരുന്ന് ഒനിയിൽ ഇവരൊക്കെ പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നു. ഇതൊക്കെ രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ പറയുന്നത് ഇന്നലത്തെ ടാസ്കിനെ കുറിച്ചാണ്. ഇന്നലെ മറ്റേ റാങ്കിങ് ടാസ്ക് തന്നത് കൊളാക്കിയതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്താ വെച്ചാൽ ഈ അഭിലാഷൊക്കെ പറയുന്നുണ്ട്, ഒനിയിലൊക്കെ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഷാനവാസിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു, നമ്മുടെ അക്ബറും അപ്പാനിയും അതിൽ സഹകരിക്കാത്ത വല്ലാത്ത കഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ ഒരു സംസാരം നടക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ അനീഷ് എണീറ്റ് വന്നു. ആസ് യൂഷ്വൽ മൂപ്പര് ചൊറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ പിന്നെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. സുപ്രഭാതം ബിഗ് ബോസ് എന്നിട്ട് സുപ്രഭാതം ലേലം വിളിച്ച് വിൽക്കുന്നുണ്ടാവും രാവിലെ തന്നെ. സുപ്രഭാതം ബിഗ് ബോസ് ഒന്ന് ഈ രാവിലെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ മീൻകാരൊക്കെ പോയില്ലേ, അതേമാതിരി സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാതിയിലൂടെ നടക്കുന്നുണ്ട്. പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. അതിൻ്റെ ചന്തയ്ക്ക് കയറി പിടിക്കാതിരുന്നാൽ വെറുതെ അനാവശ്യമായിട്ടുള്ള പരിപാടികൾക്ക് പോകാതിരുന്നാൽ ബാക്കിയുള്ളവർക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. എന്തെങ്കിലും കാണിച്ചു നടന്നോട്ടെ. പക്ഷേ അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അതിൽ കയറി പിടിക്കാതിരിക്കില്ല ആൾക്കാർ. ഒന്നത്. രണ്ടാമത്, നമ്മളെ വീഡിയോ ഒന്ന് ചെയ്യാനുള്ള മെയിൻ റീസൺ രേണു സുധിയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടോ. രേണു സുധി ബിഗ് ബോസ് ക്വിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ രേണു സുധി ബിഗ് ബോസ് വിടാൻ പോവുകയാണ്, നമുക്ക് അതിനുള്ളിൽ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം കണ്ടല്ലോ അല്ലേ. ബിന്നിനോട് സംസാരിക്കുന്നതിന് സംഗതി കണ്ടു. സത്യത്തിൽ രേണു സുധിക്ക് ബിഗ് ബോസ് പറ്റുമെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പണ്ട് മുതലേ വീഡിയോ ചെയ്യുമ്പോൾ സമയത്ത് പറയുകയാണ്, ഇവർ ബിഗ് ബോസിൽ വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഫെയിം കണ്ടിട്ട് ബിഗ് ബോസ് വരെ വിളിച്ചു കൊണ്ടുവരികയാണ്. വർഷങ്ങളായിട്ട് ബിഗ് ബോസ് എന്ന ഷോ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതുപോലെ ഒരു വർഷത്തെ ഒരു ചെറിയ ഇതുകൊണ്ട് സോഷ്യൽ മീഡിയ റോൾ ഉണ്ടാക്കി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് പോപ്പുലറായിട്ടുള്ളൊരു വ്യക്തി ബിഗ് ബോസിൽ വന്നെങ്കിൽ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇത്രയും ദിവസം അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനൊരു പോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടല്ലോ, ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതാണ്. രേണു ചേച്ചിയെ അങ്ങനെ പറഞ്ഞു വിടാൻ ഞങ്ങൾ ഫാൻസ് സമ്മതിക്കില്ല, ഇത് നമ്മുടെ വിജയം. ചേച്ചിയുടെ കളികൾ ഇനി ഏഷ്യാനെറ്റ് കാണാൻ പോകുന്നേ ഉള്ളൂ. രേണു സുധി ഉള്ളത് കൊണ്ട് ബിഗ് ബോസ് കാണണം എന്ന് തീരുമാനം എടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് രേണു സുധി ചേച്ചീനെ ഊക്കാനിട്ട പോസ്റ്റാണെന്ന് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. സത്യം അതന്നെയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള മത്സരാർത്ഥി എന്താണ് ബിഗ് ബോസിൽ ചെയ്യുന്നത്? അവർക്ക് പറ്റിയ പരിപാടിയല്ല അത്. ഇപ്പോൾ ഇന്ന് രാവിലെ അവരുടെ കോണ്ടന്റ് നോക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവരുടെ ബിന്നിനോട് പറഞ്ഞു കൊടുക്കണം, അവരുടെ ആൽബത്തിൽ അഭിനയിച്ച കഥയും അവർ ഷൂട്ടിൽ ഇതായിട്ടുള്ള കഥയും ഇങ്ങനത്തെ കഥകൾ മാത്രം അവരതിനുള്ളിൽ പറയണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് പിന്നെ ഇവർ വിചാരിച്ച മാതിരി കുറേ മേക്കപ്പ് ഇടുക, കുറേ വേഷം ഇടുക, പിന്നെ അവിടെ ചെന്ന് കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കുക എന്നുള്ള കണ്ടീഷനിലാണ് 36 അങ്ങോട്ട് പോയിക്കുന്നത്. അതിന് പറ്റിയൊരു സ്ഥലമല്ല ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു അയൽക്കൂട്ട ചർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല. പ്രത്യേകിച്ച് ഇതുവരെയുള്ള സീസണുകളെക്കാളും അത്രയും ഭയങ്കര, ഇതുവരെയുള്ള സീസണുകൾ കണ്ടുപോലെയല്ല, ഇതുവരെയുള്ള സീസണുകളെക്കാളും ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്രാവശ്യത്ത്. കാരണം വെച്ചാൽ ഇപ്രാവശ്യം 7ൻ്റെ പണി എന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് അത്രയും ഭയങ്കരമായിട്ടുള്ള ടാസ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കലി അത്രയും ഭയങ്കര ഫിറ്റ് അല്ലാത്തൊരാക്കുന്നതിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ ഒരു സ്ഥാനത്ത് എന്തിനാ ഇതിന്? ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് സഹതാപം തോന്നുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയുകയാണ് ചെയ്ത്, ഞാൻ രേണു സുധിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പറയുമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അതിനോട് സഹതാപം തോന്നുന്നുണ്ട്. ഒരാവശ്യമില്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇനി അവർ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതേ റീച്ച് അവർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. റീച്ച് എന്താ വെച്ചാൽ ആയിക്കോട്ടെ, അവർ നമ്മൾ പരിപാടി കഴിഞ്ഞ് പോയിക്കോട്ടെ, ഓരോ കാര്യങ്ങളായിട്ട് പോയിക്കോട്ടെ. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിഗ് ബോസിൻ്റെ ഇവർ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ത്രീനെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള പരിപാടികൾ ചെയ്യുക, അല്ലെങ്കിൽ അവരവിടുന്ന് ഇറങ്ങിപ്പോരുക. ഒന്നാമത് ഞാൻ പറയുന്നത് വെച്ചാൽ ബിഗ് ബോസ് പ്രാവശ്യ സീസൺ പറഞ്ഞാൽ മേക്കപ്പ് ഇല്ല, മര്യാദയ്ക്കൊരു ഡ്രസ്സില്ല. ഇപ്പോൾ മുടിയുടെ വിഷയം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ സ്ഥിരമായിട്ട് എന്നോട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, എന്താണെന്ന് വെച്ചാൽ രേണു സുധീൻ്റെ കോണ്ടൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ, രേണു സുധീൻ്റെ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. നമുക്ക് ഞാൻ എത്ര ടോപ്പിക്ക് ഒഴിവാക്കി വിട്ടു രേണു സുധീരെ. ഒന്ന് നമ്മുടെ മുടിയുടെ വിഷയം ഞാൻ ചെയ്തിട്ടില്ല, അത് നേരില്ലാത്തോണം. രണ്ടാമത് പിന്നെ ഒരു വാടക കരാർ പറഞ്ഞിട്ട് ചങ്ങായി വന്നു, സാമ്പത്തികമായിട്ട് പണ്ട് വാടക കൊടുക്കാണ്ട പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ ഒരുപാട് വീഡിയോസ് രേണുവിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇതൊന്നും ചില ടീം കാണില്ല. ഇത് വന്നിട്ട് പറയും രേണുവിൻ്റെ മാത്രമേ ചെയ്യുള്ളൂ. എത്ര വീഡിയോസ് ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അത് പോട്ടെ, അതൊക്കെ അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റിലൂടെ അവർക്ക് പറയുമ്പോൾ പറ്റുമ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അല്ലെങ്കിൽ എല്ലാ സമയപരിമിതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നടന്നിട്ട് എല്ലാ വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ പറഞ്ഞു വരുന്നുള്ളൂ. രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി യാതൊരു വസ്തുവും ബിഗ് ബോസിൽ കാണിക്കുന്നില്ല. അവർക്ക് പറ്റിയ ഷോ അല്ല ബിഗ് ബോസ്. പിന്നെ അനാവശ്യമായിട്ട് അവരൊരു വിധവയാണ്, അവരൊരു സ്ത്രീയാണ്, 2 കുട്ടികളെ വളർത്തി, ഭർത്താവ് മരിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം അതിനെ പൊക്കി വിട്ടിട്ട് ദയവ് ചെയ്തിട്ടുള്ള മറ്റേ കൊണ ഡയലോഗും കൊണ്ട് ദയവ് ചെയ്ത് ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക.
അവർക്കും ബേർഡനാണ്, നിങ്ങളെക്കൊണ്ട് അവർക്കാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ അനാവശ്യമായിട്ട് അതിനെ ആക്കിയിട്ട് അവർക്ക് കുടുംബത്തിന് പിന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്കും ഇതുപോലത്തെ കാര്യങ്ങൾ പറയാൻ തോന്നിപ്പോവും. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് മറ്റേ വർത്തമാനം പറയുക, ഇതുപോലത്തെ മറ്റേ ഇതെല്ലാം നല്ല ഇതിലേറെ വലിയ വലിയ പോസ്റ്റുകളൊക്കെ ഇടുക, ഇത് പരിപാടികൾ ചെയ്യാതിരിക്കുക. രേണു സുധി ഒരിക്കലും ബിഗ് ബോസ് മെറ്റീരിയൽ വെച്ച് ബിഗ് ബോസിൻ്റെ 7 അയലത്തേക്ക് പോകാൻ പറ്റിയ ആളല്ല രേണു സുധി. സീരിയസ് ആയിട്ട് ബിഗ് ബോസ് ഇത്ര കാലം കണ്ടൊരു വ്യക്തി എന്നുള്ള കാര്യം പറയാം, റിവ്യൂ ചെയ്ത ആളെന്നുള്ള വെറുതെ അതിനുള്ള കിടന്നിട്ട് വെറുതെ അതിനെ കഷ്ടപ്പെടുത്തുന്നേ ഉള്ളൂ. ഇറങ്ങിപ്പോരാ എന്നിട്ട് ബാക്കിയുള്ള പരിപാടി വല്ല അവർക്ക് പറ്റുന്നതുമല്ല, തടി അനങ്ങാത്ത രീതിയിലൊക്കെ പരിപാടികൾ ഇങ്ങനത്തെ ഒന്നും പറ്റില്ല അവർക്ക്. തടി അനങ്ങാത്ത ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു സർവൈവൽ ടാസ്ക് ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. ജീവിതത്തിൽ അവരെങ്ങനെയാണ് ഇതുവരെ എത്തിയെന്നുള്ളത് ഏകദേശം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. കുറേ പേര് അത്രയും സഹായിച്ച അങ്ങനെ കാര്യങ്ങൾ അല്ലാണ്ട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് വന്നു എന്നൊന്നും ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. ഫൈറ്റ് ചെയ്ത് വന്ന സ്ത്രീകളൊക്കെ ഒരുപാടുണ്ട്, ഇവരങ്ങനെ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരിക്കലും അങ്ങനെ പറയും കേട്ടോ, എൻ്റെ തോന്നൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രേണു സുധി ബിഗ് ബോസിൽ നിന്ന് പോരുക. അവരെ അതിൻ്റെ മൂഡ് താങ്ങിയിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയുക, നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ഹീറോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹീറോയിൻ ഇതിന് പറ്റിയ ആളല്ല. ആൽബം ചെയ്യാം, ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം, ഉദ്ഘാടനങ്ങളോ എന്തൊക്കെയാ ചെയ്ത് അവരെ വഴിക്ക് പോയിക്കോട്ടെ. ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സി ഉണ്ടാക്കണേ ഞങ്ങൾ സംസാരിക്കും, ഇല്ലാതെ നമ്മൾ ആ ടോപ്പിക്ക് തൊടാനേ പോകുന്നില്ല. അപ്പോൾ ആ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു നിർത്തുന്നു, എത്രയും പെട്ടെന്ന് ബുദ്ധിമുട്ടിക്കാതെ അതിനെ ഇറക്കി വിടാനുള്ള പരിപാടി ബിഗ് ബോസിൻ്റെ സംഘാടകർ ചെയ്താൽ അതിന് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താം. ഇപ്പോൾ ഇറങ്ങിയാൽ പോയ ഇരട്ടി വാങ്ങാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വല്ല പരിപാടിയും കാര്യങ്ങളും ആൽബമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശോഭ മങ്ങിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇനി പഴയ പോലെ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ കിട്ടുമെന്നുള്ളത്. കിട്ടിപ്പോട്ടെ എന്തെങ്കിലും കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, അടുത്തൊരു വീഡിയോയിൽ കാണാം, ബൈ.